പലതരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന കേസിൽ റെക്കോർഡ് വേഗമായ 58 ദിവസത്തിനുള്ളിലാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. മറ്റ് കൊലക്കേസുകളെ അപേക്ഷിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ വച്ചാണ് പോലീസ് ചെന്താമരയെ പൂട്ടുന്നത്. ഒരു ഫസ്റ്റ് ഓഫ് ആൾ സെൻസിറ്റീവ് കേസാണ്. സോ നമുക്ക് എല്ലാം എവിഡൻസ് വളരെ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മുടെ കേസിലേക്ക് കൊണ്ടുവരണം. സോ നമുക്ക് എററിൻ്റെ മാർജിൻ വളരെ കുറവാണ് ഈ കേസിൽ. സോ അതൊരു ചാലഞ്ചാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ടീം വളരെ നന്നായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തത്. കൊല നടത്തിയ വെട്ടുകത്തിയിലെ പിടിയിൽ നിന്ന് ചെന്താമരയുടെ DNA സാമ്പിൾ കണ്ടെത്തി. വാക്കത്തിയുടെ മൂർച്ചയുള്ള ഭാഗങ്ങളിൽ സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും ചോരപ്പാടുകളുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. താനൊരു ഇടംകയ്യനാണ്, അതിനാൽ ആഞ്ഞുവെട്ടി ഒരാളെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു ചെന്താമരയുടെ വാദം. ഇത് പൊളിക്കുന്ന തെളിവുകൾ കുറ്റപത്രത്തിലുണ്ട്. സംഭവ സമയത്ത് മരിച്ച സുധാകരനുണ്ടായ സ്ഥലവും സാക്ഷികളുണ്ടായ സ്ഥലവും തെളിയിക്കുന്ന മാപ്പ് ഗൂഗിളിന്റെ സഹായത്തോടെ കുറ്റപത്രത്തോടൊപ്പം ചേർത്തു. ലീഗലി എല്ലാ കാര്യങ്ങളും നോക്കി തന്നെയാണ് കുറ്റപത്രം കൊടുത്തത്. പിന്നെ കിട്ടാനുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം നേരത്തെ തന്നു. ലാബുകാർ പെട്ടെന്ന് അതെല്ലാം ഞങ്ങൾക്ക് തന്നു. പിന്നെ പോലീസിൻ്റെ ഒരു ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു, SP സാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ 60 ദിവസത്തിനകം തന്നെ തീർക്കാൻ പറ്റും. കേസിലെ ഏക ദൃക്സാക്ഷിയായ ഗിരീഷിന്റെ മൊഴിയും നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ കേട്ട പേരുദോഷം ഒഴിവാക്കാൻ പഴുതടച്ച തെളിവുകളുമായാണ് പോലീസ് കോടതിയിലേക്ക് നീങ്ങുന്നത്. സാധ്യമായ എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോർത്തിണക്കിക്കൊണ്ടാണ് ചെന്താമരയ്ക്കെതിരായ കുറ്റപത്രം പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. ഇതേ ഊർജ്ജത്തോടെ വിചാരണയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ചെന്താമര ഇനി പുറം ലോകം കാണില്ല. മൽഗൂർ സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.